ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. നമ്മൾ അമ്മാനയുടെ ഫാമിലി മീറ്റാണ്, അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്, അവളുടെ കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സജുലിൻ്റെ വൈഫും കുട്ടിയാണത്. ഇവളെന്നായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലി മീറ്റ് നമ്മളെ മൂച്ചിക്കലില്ല, അമാന ടൊയോട്ടയിലെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഫാമിലി മീറ്റാണ്. മൂച്ചിക്കൽ അമാന ടൊയോട്ടയിൽ ഏകദേശം 146ഓളം സ്റ്റാഫ് വരുന്നുണ്ട്. അവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇന്ന് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഫാമിലിയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞു. അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടമ്മമാര് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മള് എഴുത്തിയമ്മ ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഞാനും ഏട്ടനും കുട്ടികളും എഴുത്തിയമ്മേൻ്റെ ഒരു കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 മെമ്പേഴ്സാണ് പോയത്. ഇതുപോലെ തന്നെ ഓരോ ഫാമിലിയിലുള്ളവരും വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ റോയിലിരിക്കുന്നത് ഞങ്ങളെ റിലേറ്റീവ് ആണ്, ഞങ്ങളെ ചെറിയമ്മയും അതുപോലെ തന്നെ ചെറിയച്ഛനൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. രാവിലെ 9 മണിക്ക് തന്നെ നമ്മളിവിടെ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നറുക്കെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ 5 പേര് തന്നെ പിന്നെ നറുക്കെടുപ്പിലൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 9 മണിയാകുമ്പോഴേക്കും രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവര് നമുക്കൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ 2 അമ്മമാര് കേട്ടോ. ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ബാക്കിയുണ്ട്, ഓരോരുത്തരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. സർവീസ് പാർട്സ് മാനേജറാണ്. ഈ പരിപാടി നമ്മൾ തുടങ്ങുന്നത് രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണി വരെ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും. അതില് നിങ്ങളെ വിസ്മയിക്കുന്ന കാഴ്ചകൾ ഉണ്ടാവും, സമ്മാനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുത്ത് വാങ്ങിയിട്ട് വേണം തിരിച്ചു പോകാന്. എല്ലാ പരിപാടികളിലും നിങ്ങൾ ആക്റ്റീവായി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നത് രേവതിയുടെ പാട്ടോട് കൂടിയിട്ടാണ്. രേവതി നമ്മുടെ സെയിൽസ് ടീമിലെ തന്നെയുടെ മോളാണ്. രേവതി, പ്ലീസ് വെൽക്കം. ഈ ഒരു പാട്ടോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിട്ടുള്ളത്. നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുത്തെ നമ്മളെ ഹെഡിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും സ്റ്റാഫുകളുടെയൊക്കെ ഓരോ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവരൊക്കെ ഓരോരോ കലാപരിപാടികളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ഡാൻസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാട്ടും കാര്യങ്ങളൊന്നും ഇടാത്തത് കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. So I wish each and everyone very happy May Day. Today is May Day. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ ഫാമിലി മീറ്റുകൾ നടത്താൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ മക്കൾക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് തന്നെ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സംഭവം ശരിയാണ്. 1 രൂപ നോട്ടുണ്ട് മഹേന്ദ്ര. 2 അക്ഷരത്തും ഒരേ അക്ഷരമുള്ള ഒരു വാക്ക് പറയാം, എന്നാൽ മാത്രം സമ്മാനമുണ്ട്. 1 രൂപ നോട്ടിന്റെ ഒരു കാര്യമില്ല. 2 അക്ഷരത്തും ഒരേ അക്ഷരം വരുന്നൊരു വാക്ക് പറഞ്ഞാൽ സമ്മാനമുണ്ട്. സമ്മാനം രൂപ. അപ്പൊ ഇല്ല, ആരും പറയരുത് മഹേന്ദ്രനാണ് അവസരം. 1 രൂപ ഉള്ള ആൾക്കാരാണ് അവസരം കൊടുത്തിട്ടില്ല. ആരും സഹായിക്കരുത്. 2 ഇതുപോലൊരു അക്ഷരം ഒരു വാക്ക്. ഒരക്ഷരം ഒരേ മാതിരി അല്ല, അത് പറയണ എന്താ മാത്രമാണ് സമ്മാനമല്ലോ. അടുത്ത ആളാരാ? 2 അറ്റത്തും ഒരുപോലെ അക്ഷരം വാക്ക് പറയാം. കത്രിക, കത്രിക സമ്മാനം കൊടുക്കട്ടോ. കാത്രിക. ഇപ്പൊ മഹേന്ദ്ര സമ്മാനം പോയല്ലോ.
വേറെ വാക്കുകൾ രണ്ടാമത് ഒരേപോലെ അങ്ങനെ അതൊക്കെ അതിനർത്ഥം എന്താ കത്രിക കറക്റ്റാണ്. അതാണ് നമ്മുടെ ആവശ്യം കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഏതായാലും നമ്മൾ ഉത്തരം എന്നാണ് കിട്ടുന്നത്. സമ്മാനം സ്നേഹമാണ്. സ്നേഹത്തിന് നെറ്റുമുട്ടാണ് സമ്മാനം കേട്ടോ. ഇതിന് വലിയ സമ്മാനം കിട്ടാനില്ല. കഴിഞ്ഞു. ഓക്കെ താങ്ക് യു. ഇതുപോലെ ഈ ഫാമിലി മീറ്റിൽ ഒരുപാട് ഫണ്ണി ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മളെ എൻജോയ് ചെയ്യിക്കാൻ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ നമുക്കൊരു ചായയുടെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഉന്നക്കായൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചായക്കായിട്ട്. അതുപോലെ തന്നെ പല ഫ്ലേവേർഡ് ആയിട്ടുള്ള ചായകളുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലെ നമ്മളെ പാൽ ചായ വേണ്ടവർക്ക് പാൽ ചായയൊക്കെ കുടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരായിട്ടാണ് നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഒരുമിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം ഒന്നും കാണാൻ ആൾക്കാരില്ലാതെയായി പോകുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ തന്നെ കളിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. മക്കളിവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ഊഞ്ഞാലാടുന്ന തിരക്കിലാണ്. അവർക്ക് ചായയിലൊന്നുമില്ല വലിയ കാര്യം. കാലഘട്ടം മാറി തുടങ്ങി. പുതിയ വ്യവസായങ്ങൾ വന്നു, പുതിയ കൺസെപ്റ്റുകൾ വന്നു. അങ്ങനെ ഒരു കമ്പനിയിലെ ഒരു മുതലാളി ആ കമ്പനിയിലെ ഒരു തൊഴിലാളിയുടെ മികവ് കണ്ടിട്ട് പെർഫോമൻസ് കണ്ടിട്ട് ആ തൊഴിലാളിക്ക് ആദരവ് നൽകാൻ തീരുമാനിച്ചു, സമ്മാനം നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത ജോലി ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച വരുന്ന ഒരു മീറ്റിംഗിൽ നിങ്ങളുടെ കഴിവിനെ ഒരു അംഗീകാരം, ഒരു ടോക്കൺ ഓഫ് ലവ് നൽകാൻ തീരുമാനിക്കുന്നു. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ തൊഴിലാളി ഉദ്ദേശിക്കുന്ന ജോലി കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചൊക്കെ ആ ആദരവ് നൽകുകയാണെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും. അപ്പൊ മുതലാളി എന്തുകൊണ്ടാണ്? അപ്പൊ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഇത്രയും നന്നായി പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, എന്റെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട്, അവർ നൽകുന്ന ഭക്ഷണം, അവർ നൽകുന്ന മനസ്സമാധാനം, അവർ നൽകുന്ന കെയർ, അവർ നൽകുന്ന സ്നേഹം. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ നല്ല ജോലി ചെയ്യാൻ കഴിയുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് അത് എനിക്ക് നൽകുന്ന സമ്മാനം എന്റെ കുടുംബത്തിന്റെ മുന്നിലാണെങ്കിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോൾ മുതലാളി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിനക്ക് അടുത്ത ആഴ്ച മീറ്റിംഗിൽ തന്നെ അംഗീകാരം നൽകും, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. അതുപോലെ നമ്മുടെ അമാന ടീമിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അമാന ഗ്രൂപ്പ് ഇതുപോലെ അമാനയ്ക്ക് 12ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അവിടേക്ക് ഇതുപോലെ തന്നെ കഴിയുന്ന സമയങ്ങളൊക്കെ അവരെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് പരിപാടികൾ നടക്കാറുണ്ട്. 2015 തുടങ്ങി ആദ്യമായിട്ടാണ് തിരൂരിൽ നടക്കുന്നത്. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നമുക്ക് കരുതൽ നൽകിക്കൊണ്ട് അമാന ടയോട്ട ആദ്യമായി നൽകുന്ന ഈ പരിപാടി എത്തിച്ചേർന്ന അബ്ദുൽ ജലീൽ സാറിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അബ്ദുൽ സേനൻ പൂച്ചെണ്ട് നൽകാൻ വേണ്ടി സാർ നിറഞ്ഞ കൈയ്യടി, നിങ്ങൾ നിറഞ്ഞ കൈയ്യടി നൽകാം. താങ്ക് യു സാർ, താങ്ക് യു. വീഡിയോ പ്രസന്റേഷനിലേക്ക് പോവാം. അമാനയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന വീഡിയോ പ്രസന്റേഷൻ. ഇപ്പോൾ ഇവര് അമാനയെ പറ്റിയിട്ടുള്ളൊരു നമ്മളൊരു വീഡിയോ പ്രസന്റേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ പ്രസന്റേഷൻ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫാസ്റ്റായിട്ട് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ ഒറ്റയ്ക്കായിട്ട് നമ്മൾ അമാനയെ പറ്റിയുള്ള ഒരു ഒറ്റയ്ക്കായിട്ടുള്ള വീഡിയോ മാത്രമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രസന്റേഷൻ മാത്രം വീഡിയോ ഇട്ട് തരാം. തുടങ്ങി 2001 തുടങ്ങി ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് തുടരുകയാണ്. 12ഓളം ഔട്ട്ലെറ്റായി. അപ്പോ ഇനിയുള്ള സഹകരണം നിങ്ങളെടുത്തും വേണം, റഫറല് വേണം, കുടുംബാംഗങ്ങളും നമ്മളെല്ലാവരും ഒന്നിച്ചാൽ മാത്രമാണ് നമുക്കൊരു വലിയൊരു നേട്ടത്തിലേക്ക് പോകാൻ കഴിയും. അടുത്തതായി നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായിട്ട് ജലീൽ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ് നിറഞ്ഞ കൈയ്യടി നൽകാം, നിറഞ്ഞ കൈയ്യടി.
ഇനി ഓരോരുത്തർക്കുമുള്ള മൊമെന്റോസ് കൊടുക്കുകയാണ്. നമ്മൾ ഇവരൊക്കെ ഒരുപാട് കാലം സർവീസ് ഇവിടെ ചെയ്തവരാണ് കേട്ടോ. അപ്പൊ ഈ രാധാകൃഷ്ണൻ സാറൊക്കെ 16 വർഷമായിട്ട് അമാന ടൊയോട്ടയിലുള്ള ആളാണ്. അപ്പൊ ഓരോരുത്തരെയും ആദരിക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരെയൊക്കെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നല്ല ഫാസ്റ്റ് ആയി കാട്ടുന്നുണ്ട്. ഏകദേശം ഒരു 56ഓളം ആളുകൾക്ക് ഇതുപോലെ ഒരു മൊമെന്റോ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആങ്കർ ചെയ്ത് ചേട്ടൻ പറഞ്ഞ കഥയിലെ പോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെ ഫാമിലിയിലുള്ളവർക്ക് ഇതുപോലൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം അത് വളരെ വലുതാണ്. നമ്മളെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് കിട്ടുന്ന അംഗീകാരമാണത്. അവരുടെ എത്രയോ നാളത്തെ ഹാർഡ് വർക്കിന് കിട്ടുന്ന ഒരു അംഗീകാരമാണല്ലോ അത്. അത് കാണാൻ നമ്മൾ കൂടെ ഉണ്ടാവുന്നത് അവർക്കും ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോസ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വിടുന്നുണ്ട് കേട്ടോ. തന്നെയാണ് ഏട്ടൻ്റെ വീഡിയോ കാണിക്കുന്നുള്ളത്. ഏട്ടൻ ഇങ്ങനെ ഒരു മൊമെന്റോ വാങ്ങിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഒരുപാട് മൊമെന്റോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മളെ മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് കണ്ടിട്ടുള്ളത്. ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞത് മുതൽ ആളിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ കാണുന്നവർക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു സംഭവമായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഏട്ടന് ഈ ഒരു മൊമെന്റ് കിട്ടിയപ്പോൾ അറിയാതെ സന്തോഷം കൊണ്ട് നമ്മളെ കണ്ണ് നിറയാന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ഓവർ ആക്കലാണെന്നൊക്കെ. പക്ഷെ ഒരിക്കലും ഓവർ ആക്കിയതല്ല. എനിക്ക് സത്യമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. കണ്ടില്ലേ എൻ്റെ മോൻ തുള്ളിച്ചാടി വരുന്നത്. ഞങ്ങൾ ഈ 3 മക്കളും മുന്നിൽ തന്നെ സ്റ്റേജിന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കുകയായിരുന്നു. ഞങ്ങളെ ഏട്ടൻ്റെ മോനും അതുപോലെ തന്നെ ഞങ്ങളുടെ 2 മക്കളും കൂടി മുന്നിൽ തന്നെ ഏട്ടന് ഈ ഒരു മൊമെന്റ് കിട്ടുന്നത് കാത്തിട്ട് മുന്നിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അവരത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്കും. പിന്നെയും ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സും ഓരോരുത്തർക്കും കിട്ടുന്ന അംഗീകാരങ്ങൾ കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. ശരിക്കും ഓരോ ഓഫീസിലും ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ഓരോ ഓഫീസിനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സാലറി കിട്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് ഇതുപോലെ നമ്മളൊരു ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ, അതായത് നമ്മളെ ഫാമിലീൻ്റെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അംഗീകാരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ നറുക്കെടുപ്പൊക്കെ ഉണ്ട്. ഒരു 5 ആൾക്കാരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ 2 പേരെയാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ബാക്കി 3 ഉച്ചയ്ക്ക് ശേഷം എടുക്കാം. പ്രവീൺ സി ഓക്കെ. ഇവര് വൈകുന്നേരം വരെ ഉണ്ടാവണം. അവർക്ക് സമ്മാനം കേട്ടോ. ഈ യാത്ര നമ്മൾ അവസാനിക്കുന്നത് വരെ നമ്മൾ എല്ലാവരും ഉണ്ടാവണം. ഇടയിൽ ഇറങ്ങി പോകരുത്. ഇനി നമുക്ക് ലഞ്ച് റെഡിയാണ്. ഇനി നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. വളരെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, ഉറുപ്പ് തൊട്ട് ഡെസേർട്ട് വരെയുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ കുടുംബത്തിന് നമുക്ക് വേണ്ടി സാറ് തന്നിട്ടുണ്ട്. സന്തോഷപൂർവ്വം രുചികരമായ ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിച്ചതിന് ശേഷം വീണ്ടും ഇവിടേക്ക് വരിക. വീണ്ടും നല്ല കലാപരിപാടി ഉണ്ടാവും, ഗാനമേള ഉണ്ടാവും. ആസ്വദിക്കുക. ഇന്നത്തെ ദിവസം നമ്മുടേതാണ്. ആരും വഴിയിലിറങ്ങി പോകരുത്. താങ്ക് യു. 2 മണിക്ക് തിരിച്ചെത്തണം കേട്ടോ. 2 മണിക്ക് വീണ്ടും നമ്മൾ തുടങ്ങും. 2 മണിക്ക് ഭക്ഷണം റെഡിയാണ്. എല്ലാവർക്കും വരാം. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുട്ടി കയ്യിലുണ്ടായിരുന്ന കാരണം നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും അതുപോലെ തന്നെ നമ്മളെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് വെജിറ്റേറിയനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഐസ്ക്രീം പിന്നെ നമ്മളെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുടെ നറുക്കെടുപ്പും കൂടി നടത്തുന്നുണ്ട്. വിജേഷ് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടെങ്കിൽ സമ്മാനം ഉണ്ടാവുണ്ടാ. ക്ഷണിക്കരുത്. ഫാമിലി ഉണ്ടോ?
ഫാമിലി വേണ്ടി വാ. ആദ്യം വരുന്ന 3 പേർ കേട്ടോ. ആദ്യം വരുന്ന 3 പേര് സ്റ്റേജിലേക്ക് വരും. പയറേതാ നല്ല അടിപൊളിയായിട്ടുള്ള ഗാനമേള കൂടി ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു കഴിച്ച മയക്കൊക്കെ വിടാനായിട്ട് നല്ല അടിപൊളി ഗാനമേളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് നമ്മുടെ തിരുവന റഹ്മാനിൽ നിന്നുള്ള പാട്ടാണ്. പിന്നെ നല്ല ഫാസ്റ്റായിട്ടുള്ള സോങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മളെ കൂടെയുള്ള കുറേ കലാകാരന്മാരെ തിരിച്ചറിയുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. Hey!
Let's go!
അമാന ടൊയോട്ട തിരൂരിന്റെ ഫാമിലി മീറ്റിലെ അവസാന പരിപാടിയുടെ അവസാന നിമിഷമാണ് ഇപ്പോൾ എൻജോയ് ചെയ്തത്. രാവിലെ 9 മണിക്ക് എത്തി, വൈകുന്നേരം 5:45 ഇതുവരെ നമ്മളോട് സഞ്ചരിച്ച, നമുക്കൊപ്പം നിന്ന നമ്മുടെ ടീമിന്റെ കുടുംബാംഗങ്ങൾക്കും ടീമിനും എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ചായ പുറത്ത് തയ്യാറാണ്. ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പിരിഞ്ഞു പോവാം. ചായ എല്ലാവരും കുടിക്കുക, ആസ്വദിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സും ചായയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുന്ന തിരക്കിലാണ്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇതിൽ ആഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നമ്മൾ അമാന ടൊയോട്ടയോട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഓരോ സ്റ്റാഫിൻ്റെയും ഫാമിലി മെമ്പേഴ്സിനെ അവരൊരുപോലെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു മികവ്. ഇതൊക്കെ ഒരുപാട് കമ്പനികൾ ഇതുപോലെ കണ്ടിട്ട് നമ്മളെ മാതൃകയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് ഉയർച്ചകളിലെത്താൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഫാമിലി മീറ്റുകൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.